ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ, ലോക മാനസികാരോഗ്യ ദിനമാണ്. മാനസികാരോഗ്യത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിൻ്റെ താളം ഒന്ന് തെറ്റിയാൽ മതി, എല്ലാ കണക്കുകൂട്ടലുകളും പിഴയ്ക്കും. വിഷാദരോഗം, അമിതമായ ഉത്കണ്ഠ എല്ലാം ഈ കാലത്ത് ഏറ്റവും കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരുവിധം ആളുകൾ കടന്നു പോകുന്നത്. മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാനും അല്ലെങ്കിൽ ഏത് തരത്തിൽ അതിനെ അതിജീവിക്കാം എന്നെല്ലാമാണ് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഈ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയിൽ നമ്മോടൊപ്പമുള്ളത് മൗലാന ഹോസ്പിറ്റൽ ആൻഡ് മൈൻഡ് റിഹാബ് സെൻ്ററിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നൗഫലാണ്. വെൽക്കം സർ. ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അല്ലേ? മനസ്സ്, നല്ല മനസ്സ്. എന്താണ് ഈ മനസ്സ് അല്ലെങ്കിൽ മാനസിക ആരോഗ്യം? അതിൽ നിന്ന് തന്നെ തുടങ്ങാൻ വിചാരിക്കുക. നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അവർ ഫിസിക്കലിയോ ഇമോഷണലിയോ അല്ലെങ്കിൽ സ്ട്രെസ് കൂടെ കടന്നു പോകുന്ന ഒരാൾ അതിനെ ഓവർകം ചെയ്തിട്ട് നല്ല മനക്കട്ടിയോടെ ജീവിച്ചു പോകുന്ന ഒരാളാണ് നല്ല മാനസികാരോഗ്യം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം പറയേണ്ടത് കൗമാരക്കാരുടെ കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. കൗമാരക്കാരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ പഠിത്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈവൻ കുട്ടികൾ തമ്മിലുള്ള സൗഹൃദത്തിന് പുറത്ത് പോലും ആങ്സൈറ്റി, അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് അവർ കടക്കാറുണ്ട്. എങ്ങനെയാണ് അതിനെ തിരിച്ചറിയാം? ഏത് സ്റ്റേജിലാണ് അവരെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ കൊണ്ടുവരേണ്ടത്? ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഇൻ ജനറലി നല്ലതാണ് ഒരു പരിധി വരെ. ഇപ്പം നമുക്ക് പെർഫോമൻസിലൊക്കെ അത് എഫക്റ്റീവാണ്. ഇപ്പം നമ്മൾ ഡിഫെൻസ് മെക്കാനിസം പോലെയാണ് ആങ്സൈറ്റി ഉണ്ടാവുക. ചെറിയ രീതിയിലുള്ള ആങ്സൈറ്റി ഒക്കെ ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യാണ്. എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ഒരു മൈൽഡ് നമ്മൾ ചെറിയൊരു വറി ഉണ്ടെങ്കിൽ, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അപ് ടു ലിമിറ്റ്. ഇപ്പോൾ ലിമിറ്റിൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അലേർട്ടാവും, കുറച്ചുകൂടി നമ്മൾ വർക്ക് ഫോക്കസ്ഡ് ആവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷേ അതേപോലെ തന്നെ ഇതൊരു പരിധിയിൽ കൂടുതലാവുകയാണ്. ടു ആൻ എക്സ്റ്റെൻഡ്, ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് വായിക്കാനേ പറ്റുന്നില്ല. ഓക്കെ. ആ പരിധിയിൽ കൂടുതൽ വരുന്ന ആ സ്റ്റേജ്. അതെ, ഒരു ലക്ഷണങ്ങൾ എന്തെല്ലായിരിക്കും? ഒരു പരിധിയിൽ കൂടുതലാവുമെന്ന് പറഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണ്, എക്സാമിന് തീരെ പഠിക്കാൻ പറ്റില്ല അവർക്ക്. ലൈക്ക് ഇനിയിപ്പോൾ ഒന്നുമില്ല, ഐ എം ഡൺ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ഉണ്ടാകാൻ പറ്റില്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ്ലി ആ ഒരു പ്രോസസ്സെ അവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഒന്ന്, പിന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. വീട്ടുകാരിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനും കുറച്ചൊരു ഉൾവലിഞ്ഞ സ്വഭാവങ്ങളൊക്കെ വന്നു തുടങ്ങും. ഒറ്റയ്ക്കുള്ള പ്രവണതയൊക്കെ വന്നു തുടങ്ങും. ഇത് മാനസികമായിട്ടുള്ള ചിന്താഗതികളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കൂടെ തന്നെ കുറേ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവും ആങ്സൈറ്റിയിൽ. ഫോർ എക്സാമ്പിൾ മിടിപ്പ് കൂടുക, ഹാർട്ടിൻ്റെ മിടിപ്പ് കൂടുക, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ശ്വാസമുട്ടലുണ്ടാവും. അതുപോലെ ചിലർക്ക് GI സിംറ്റംസ് എന്ന് പറയും, അതായത് വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസിൻ്റെ പ്രോബ്ലംസ്. ചിലർക്ക് മൂത്രമൊഴിക്കുന്നത് കുറയാം, അങ്ങനെയുള്ള കൂടുതൽ അധികമായിട്ട് ഇങ്ങനെ മൂത്രമൊഴിക്കാനുള്ള പ്രവണതയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് ഉണ്ടാവും. ചിലർക്ക് ട്രമേഴ്സ് ഉണ്ടാവും, അതുപോലെ സ്വെറ്റിങ്, വേർക്കും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവുക. ഇത്തരം സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നോർമലി നമുക്ക് അറിയാൻ പറ്റും ആൾക്ക് ഒരു പ്രശ്നമുണ്ട്, കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. ആ അവസ്ഥയിൽ സാധാരണ രീതിയിൽ നമ്മൾ എളുപ്പത്തിൽ പറയാം ഒരു കൗൺസിലിങ്ങിന് പോവുക. ആ കൗൺസിലിങ്ങിലൂടെ ഇതിനെ മറികടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകേണ്ടത് ഏത് സ്റ്റേജിലാണ്? നമ്മളൊരു നോർമൽ ലൈഫ് ഫങ്ഷന്, നമ്മുടെ ജീവിത രീതികൾക്ക് ഇത് ബാധിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ അതിൽ ഒന്ന് പറയുന്നത് നിങ്ങളൊരു ഇനീഷ്യലി ഒരു സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് അതിൻ്റെതായിട്ട് രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിന് പ്രിവെൻറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ. പ്രോപ്പർ സ്ലീപ്പ്. ഓക്കെ. അത് ഉറങ്ങുന്ന സമയം, എണീക്കുന്ന സമയമൊക്കെ വളരെ കൃത്യമായിട്ട് വെക്കുക. ഹെൽത്തി ഫുഡ്, പോസിബിൾ ആണെങ്കിൽ പുറത്തുനിന്ന് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പം ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ രീതിയിൽ വ്യായാമങ്ങൾ ഒരു 20 to 30 minutes ഇൻ എ ഡേ, പ്രിഫറബിളി രാവിലെ ആണെങ്കിൽ നല്ലതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വ്യായാമം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഹാപ്പി ഹോർമോൺസിൻ്റെ
ഡെവലപ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിന് ശേഷം ഹെൽത്തി ഫുഡ് കഴിക്കുക. ഹെൽത്തി ഫുഡിൻ്റെ സെൻസ് ടൈമായിട്ട് കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുക, പറ്റുമെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക, അതുപോലെ നല്ല വെള്ളം കുടിക്കുക. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ കുടുംബങ്ങളെടുത്തും അതുപോലെ സുഹൃത്തുക്കളെടുത്തൊക്കെ അധികം അവരുടെ അടുത്തുള്ള ഇൻട്രാക്ഷൻസൊക്കെ കൂട്ടുക, കൂടുതൽ ചിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇത് കഴിഞ്ഞ് ഇതൊക്കെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉറക്കം കറക്റ്റാക്കണം. മിനിമം ഒരു 7 to 8 hours ടീനേജിലൊക്കെ ആണെങ്കിൽ 7 to 8 hours ഗുഡ് സ്ലീപ്പ് കിട്ടണം. അതിലും നമ്മൾ പറയുന്ന കൃത്യമായിട്ടുള്ള സമയം നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. ഉറങ്ങുന്ന സമയം അതുപോലെ എണീക്കുന്ന സമയമൊക്കെ ഒരു കൃത്യമായ നിഷ്ഠയിൽ വരുത്തുക, മാറ്റി വെക്കാതെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ അവെയറാണ്. ഈ ഹാപ്പി ഹോർമോൺസ് കുറയുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം? ബ്രെയിനാണല്ലോ ഇതിൻ്റെ എല്ലാം സെൻട്രിക് ആയിട്ടുള്ള പോയിന്റ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം? ഹാപ്പി ഹോർമോൺസ് എന്ന് ജനറലി പറയുമ്പോൾ സെറട്ടോണിൻ, ഡോപ്പമിൻ അങ്ങനെയുള്ള ന്യൂറോ കെമിക്കൽസിനാണ് ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് ആളുകൾ അറിയുന്നത്. ഇത് പല കാരണം കൊണ്ട് ഇതിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജനറ്റിക്കൽ ഫാമിലിയിൽ ആർക്കെങ്കിലും അങ്ങനെ ആങ്സൈറ്റി അങ്ങനെ അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ ഇതിൻ്റെ പ്രവണത കൂടുതലാണ് നമുക്ക് വരാൻ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെസ്സ് കാരണമാവാം. ഇതൊന്നുമില്ലാതെയും ചില ആളുകളിൽ ഇതുണ്ടാവും. പിന്നെ ചിലപ്പോൾ ഒരു പ്രത്യേക കാരണങ്ങൾ വേണമെന്നില്ല ആങ്സൈറ്റി ഉണ്ടാവാൻ. വിതൗട്ട് എനി റീസൺ ഒരാൾക്ക് ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആങ്സൈറ്റിയെ കുറിച്ച് കുറേ പറയുമ്പോൾ ഒപ്പം പറയേണ്ട ഒന്നാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് പറയുന്നത്. ഒരുവിധം യങ്സ്റ്റേഴ്സിനെല്ലാം അല്ലെങ്കിൽ ടീനേജേഴ്സിന് മുതൽ യങ്സ്റ്റേഴ്സിന് വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു കാരണം പറയാതെ തന്നെ വിഷാദ രോഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം, എങ്ങനെയാണത്? വിഷാദ രോഗത്തിന് പ്രത്യേകിച്ച് കാരണങ്ങൾ വേണമെന്നില്ല. കാരണങ്ങൾ ഉണ്ടാവാം. സ്ട്രെസ്സോ അല്ലെങ്കിൽ ലൈഫിലുണ്ടാകുന്ന ചില പ്രത്യേക സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് അങ്ങനെ ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വിഷാദരോഗം ഉണ്ടാവാം. പക്ഷേ കാരണങ്ങൾ വേണം നിർബന്ധമൊന്നുമില്ല. ഇതൊരു കാരണമില്ലാതെയും ഉണ്ടാവാം. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചില ആളുകൾക്ക് ഇപ്പം സാധാരണ ഡിപ്രഷനൊക്കെ ഭയങ്കര അൺനോട്ടീസ്ഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഇപ്പം എപ്പോഴും ആളുകൾ ഇങ്ങനെ എപ്പോഴും ക്ഷീണമാണ്, ഒന്നും ചെയ്യാൻ വയ്യ, ഇങ്ങനെ ഭയങ്കര ക്ഷീണമൊക്കെ ഒരു കാരണമില്ലാതെ പറയുന്ന ആളുകളൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് അവരുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒട്ടും ആക്റ്റീവ് അല്ലായിരിക്കുക. പെട്ടെന്ന് ക്ഷീണം വരിക, ചെറിയ സ്റ്റെപ്പ് കയറിയാൽ ഭയങ്കര ക്ഷീണം, ചെറിയ എന്തെങ്കിലും ജോലി ചെയ്താൽ തന്നെ അവിടെ തളർന്ന് കിടക്കുക. ഇതൊക്കെ ഈ ഡിപ്രഷൻ വിഷാദരോഗത്തിലെ ഒരു 3 പ്രധാന ലക്ഷണങ്ങളിൽ പെട്ടുന്ന ഒന്നാണ്. ഇവർ ഇപ്പം ലെഷറബിൾ ആക്ടിവിറ്റീസ് എന്നൊക്കെ ഒന്ന് മാറി നിൽക്കും. ഫോർ എക്സാമ്പിൾ സാധാരണ ടി വി കാണുന്ന ഒരാൾ ടി വി കാണലൊക്കെ ഒന്ന് കുറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ട്. അതുപോലെ ഒരു വെയിറ്റ്, ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റം, ഒരു ഭക്ഷണ ക്രമീകരണം ചിലപ്പം കൂടാൻ, ചിലർക്ക് കുറയാം, ഉറക്കം കുറയാം. അപ്പോൾ അതിനെ നമ്മൾ സൈക്യാട്രിക്കലി എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്? ജനറലി ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ ഒരാൾക്ക് ചെറിയതായിട്ട് ഇങ്ങനെ ഒരു വിഷമമുള്ള പോലെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലിസൺ ടു ദം. അവർ പറയുന്നത് കേട്ടിരിക്കുക. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, ഹൗ ആർ യു, എന്തെങ്കിലും വിഷമമുണ്ടോ? അതൊരു തെറ്റല്ല. നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് അവരത് ട്രിഗേർഡ് ആവുന്നില്ല. ആക്ച്വലി ഇപ്പോൾ നമ്മൾ വിഷമമൊക്കെ ഉള്ള ആളുകൾ സംവെയർ ഇൻസൈഡ് അവർ ആ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചോദിക്കുന്നത് നല്ലതാണ്. പിന്നീട് വേണമെങ്കിൽ നിയറസ്റ്റ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അടുത്ത് കൊണ്ടുപോവുക ആൻഡ് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊന്നാണ് ഈ കൂടി വരുന്ന മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഏത് ലഹരി പദാർത്ഥങ്ങളാകട്ടെ അതിനോടുള്ള ഒരു ആസക്തി യുവാക്കളിലും കുട്ടികളിലെല്ലാം ഇത് കാണുന്നത്. ഇതെങ്ങനെയാണ് ഒരു അഡിക്ഷനിലേക്ക് എത്തിയെന്ന് തിരിച്ചറിയുക? അത് നമ്മളെ കുട്ടികളുടെ ഏറ്റവും അടുത്ത് ഇടപെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് അവരെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. പെട്ടെന്ന് ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അതുപോലെ ഇപ്പോൾ പഠിത്തത്തിലാണെങ്കിൽ പെട്ടെന്ന് പഠിത്തത്തിലുള്ള ഒരു മാറ്റങ്ങൾ, അവരെ ഗ്രേഡ്സ് കുറയുക, എക്സാമിൽ ഫെയിലാവുക, സ്കൂൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും ചിലർ, പുതിയ കൂട്ടുകെട്ടുകൾ, അതുപോലെ ഇവരെ ഉറക്കത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാവരും ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതെന്നല്ല അർത്ഥം. ബട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഇങ്ങനെ നമുക്കൊന്ന് ആ ഒരു വിഷയത്തിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്താൻ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഈ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരേത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക? ട്രീറ്റ്മെൻറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സ്കൂളുകളിലൊക്കെ കൗൺസിലേഴ്സും
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നോട്ടീസ്ഡാണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൗൺസിലേഴ്സിനടുത്ത് ഇൻഫോം ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളിലുണ്ടായിരുന്ന സ്വഭാവ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. ആ സ്വഭാവ മാറ്റങ്ങളിൽ പല തരത്തിലുണ്ടാവാം. ഡ്രഗ്സ് എല്ലാ രീതിയിലുള്ള മാനസിക രോഗം ഈ ഡ്രഗ്സൊക്കെ ഉണ്ടാക്കാം. ചിലർക്ക് ഡിപ്രഷൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ തീവ്രമായിട്ടുള്ള മാനസിക രോഗം എന്ന് പറയും, അതായത് സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയും, വയലൻസ്, അതുപോലെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളിത് ഓരോ ആളുകളെയും വ്യത്യസ്തമായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആങ്സൈറ്റിയോ ഡിപ്രഷനോ എന്നുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഇതിൻ്റെ തീവ്രമായിട്ടുള്ള മാനസിക രോഗമുണ്ട്. സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറയും, സൈക്കോസിസ് എന്ന് പറയുന്നത്. അതായത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവരാരൊക്കെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ ചെവിയിൽ സംസാരിക്കുന്ന പോലെ കേൾക്കുക, ഇല്ലാത്ത സംഭവങ്ങൾ കാണുക. അപ്പോൾ അത് ഓരോ വ്യക്തി അത് ഡിഫറെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതാണെന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആണ് നമ്മളെ നെക്സ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വരിക. ഇതിനൊപ്പം തന്നെ ചോദിക്കാൻ തോന്നുന്നത്, ആളുകൾക്കിടയിൽ ഇപ്പം പല രീതിയിലുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളാണെങ്കിൽ തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് അവർ ഭയങ്കരമായിട്ട് വയലൻസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു. അതാണോ അതിൻ്റെ കാരണം? തീവ്രമായിട്ടുള്ള മാനസിക രോഗം എന്ന് പറയുന്ന സംഭവമാണിത്. അതിലെത്തിക്കഴിഞ്ഞാൽ പേഷ്യൻസ് വയലൻ്റ് ആവും. അല്ലാതെ ഇത് കിട്ടാത്തതുകൊണ്ട് മാത്രം വയലൻസ് ആവണമെന്ന് ഇല്ല. ഇതുപോലെ മാനസിക രോഗലക്ഷണങ്ങൾ ഇപ്പം ഇത് മൈൽഡ് ആണെങ്കിലും ഈവൻ സിവിയർ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സൈക്കാട്രി ഹെൽപ്പ് പ്രൊഫഷൻ്റെ ഹെൽപ്പ് ഡെഫിനറ്റ്ലി എടുക്കണം. അതല്ലാതെ നമുക്കിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളവരെ വീട്ടിലടച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടോ ഉപദ്രവിച്ചുകൊണ്ടോ ഇതിൽ കാര്യം ഉണ്ടാവില്ല. ഇത് കറക്റ്റ് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ശരിയാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊക്കെ രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് പറയാമോ? നമ്മൾ കുട്ടികളുടെ അടുത്ത് എപ്പോഴും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് വെക്കണം. അവർക്ക് എപ്പോഴും നമ്മളെ അടുത്ത് എല്ലാം പറയാനുള്ള ഒരു ഫ്രീഡം. നമ്മളവരെന്തെങ്കിലും പറയുമ്പോൾ ജഡ്ജ്മെൻ്റലായിട്ട് അവരെ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ കറക്ഷനോ ചെയ്യാതിരിക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനും, കാരണം അവർക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളടുത്തൊന്ന് പറയാൻ ഒരു ഫ്രീഡം ഉണ്ടാക്കണം. അപ്പോൾ നമ്മളവരെന്തെങ്കിലും പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ട് അവരെ കുറ്റം പറയാനോ ദേഷ്യപ്പെടാനോ നിൽക്കരുത്. അവരെന്ത് പറഞ്ഞാലും അവർ സപ്പോർട്ടീവായിട്ട് അവർ കൂടെ നിന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. നമ്മൾ കൗമാരക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഇപ്പം പെൺകുട്ടികളിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ സ്ത്രീകളുടെയൊക്കെ കാര്യം പറയുമ്പോൾ സാമൂഹികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇഷ്യൂസ്, ഇതെല്ലാം വിഷാദരോഗത്തിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. അവരെ എങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സൈക്യാട്രിസ്റ്റ്? ഇപ്പം ഒരു മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ പൊതുവെ കാണുന്നത് മെയിൻ പ്രോബ്ലം ഈ പറഞ്ഞ ഇഷ്യൂസിലൊക്കെ വരാൻ, ഇപ്പോൾ ഡിപ്രഷൻ ആങ്സൈറ്റിയോ ഒക്കെ വരാൻ സ്ത്രീകളിൽ വരാനുള്ള വൺ ഓഫ് ദ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം അടിപൊളിയാണ്, യു ഷെയർ എവറിത്തിങ്, നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടൈമില്ലാതെയാവും. നമ്മളൊരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു ഹോളിഡേ ടൈം മാത്രമാണ് ക്വാളിറ്റി ടൈം എന്ന് ഉള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരും, ആണ് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ പാർട്ട്ണറായിട്ടുള്ള ടൈം കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. പാർട്ട്നേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അവർ കുറച്ചും കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. എവറി ഡേ ഇപ്പം നമ്മൾ അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പം രണ്ട് വ്യക്തികളാണല്ലോ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ്, ഫോർ എക്സാമ്പിൾ ഇപ്പം വേറെ പ്രൊഫഷനിലെ ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവർക്ക് കോമൺ ആയിട്ടുള്ള സംസാരങ്ങൾ, കാരണം ഇവരുടെ പ്രൊഫഷണലിലെ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റാൾക്ക് മനസ്സിലാവണമെന്നില്ല, ഇല്ലല്ലോ, കാരണം അവർക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല. ബട്ട് യു ഷുഡ് ഷെയർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പാർട്ട്ണർ ഈസ് ഗോയിങ് ത്രൂ ദാറ്റ് ഫേസ്, വാട്ട് എവർ. ഇപ്പോൾ അവർ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലേ കേട്ടിരിക്കുക. അതിപ്പം ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്താണെങ്കിലും വൈഫ് ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും അത് എല്ലാ ദിവസവും ഈ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം. അത് എവറി ഡേ ആഫ്റ്റർ. അതിപ്പോൾ ഒരു നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വീക്കെൻഡ്സിലേക്കോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലേക്കോ
മാത്രം മാറ്റി വെക്കാതെ എല്ലാ ദിവസവും ആ ഒരു സമയം നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടികളെ കേസ്, ഇപ്പം കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ അത് അമ്മമാരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാ എന്നുള്ള ഒരു ഒരു തോന്നലുണ്ട്. അത് തീർച്ചയായും തെറ്റാണ്. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് രക്ഷിതാക്കളെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിപ്പോൾ ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാക്കി എടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഫാമിലി ഇഷ്യൂസായിട്ട് വരുന്ന കേസുകൾ നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ ജനറലി രണ്ടുപേരെയും റെസ്പോൺസിബിലിറ്റീസ് അബൌട്ട് കുട്ടീനെ പറ്റിയുള്ള റെസ്പോൺസിബിലിറ്റി എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കും. ഇതിൽ ഓരോ സ്ത്രീകളും വ്യത്യസ്തമായിട്ട് രീതിയിലാണ് ഇത് നമ്മളെടുത്ത് വരിക. നമ്മൾ ആദ്യം തന്നെ ഇവർക്കൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരുപാട് സൈക്കോ തെറാപ്പീസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചില സമയത്ത് നമ്മൾ മെഡിക്കേഷനും ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാ രീതിയിലുള്ള മാനസികരോഗത്തിനും ഈ സൂയിസൈഡൽ റിസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പൊതുവെ ഉള്ള ധാരണ, ഇപ്പോൾ ഒരാളുടെ അടുത്ത് നിങ്ങൾക്കൊരു സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രിഗേർഡ് ആവുമെന്ന് ആലോചിക്കും. ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് ഒരാളുടെ അടുത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം, നിങ്ങൾക്കിങ്ങനെ ഒരു സൂയിസൈഡൽ ആലോചന വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. കാരണം ഇങ്ങനെ തെറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഇവർ ഈ ഇതൊക്കെ എന്താ പറയുന്നത്, ദേ നീഡ് ഹെൽപ്പ്. അവർ എപ്പോഴും ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഡിസിഷന് ഇത് ചെയ്യുന്നതല്ല, ആർക്കും ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഇത് ചെയ്യുന്നതല്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പം അവരാ തിങ്കിങ്ങിൽ മാറ്റം, അവരുടെ ചിന്തയിൽ ചിലപ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒന്നും സംസാരിക്കാതെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോഴായിരിക്കാം ഇത്. നമ്മൾ കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് നോട്ടീസ് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കി അവരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു തെറ്റുമില്ല. ആക്ച്വലി ചോദിക്കണം എന്നാണ്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം തന്നെ പറയുമ്പോൾ ചില സ്ത്രീകൾക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വലിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ. അതിനെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു, പ്രഗ്നൻസിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ നടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ചിലർക്ക് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ടാവും. ഇത് ജനറലി ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതിന് മെഡിക്കേഷൻ കൊടുത്താൽ തന്നെ കുറച്ച് അധികം കാലം മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദേ വിൽ കം ടു നോർമൽ ലൈഫ്. പക്ഷേ ഡെഫിനറ്റ്ലി അവർക്ക് ആ മെഡിക്കൽ സപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം. നമ്മളിപ്പോൾ ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞു. ഇപ്പോൾ വിഷാദരോഗമാകട്ടെ, ആങ്സൈറ്റി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മെഡിസിൻ എടുക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. നമ്മളെ സമൂഹത്തിൽ പൊതുവേ ഒരു സ്റ്റിഗ്മ ഉണ്ട് മെഡിസിൻ എടുക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ ഈ മെഡിസിൻ എടുത്താൽ പ്രത്യേകിച്ച് ഈ ഒരു പേര് വരുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അത് വളരെ വലിയ രീതിയിൽ ഇപ്പോഴും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ഇപ്പോഴുണ്ട്. പൊതുവേ ജനങ്ങൾക്കുള്ള വിചാരം എന്ന് വെച്ചാൽ ഈ മാനസിക രോഗത്തിനുള്ള മരുന്നുകളെല്ലാം ഫുള്ള് ഉറക്കത്തിനുള്ളതാണ്. ഓക്കെ, ഭയങ്കര തടി കൂടും, ഇതൊരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ കാലാകാലം ഇത് കഴിക്കേണ്ടി വരും. ഇതൊക്കെ തെറ്റായ ധാരണകളാണ്. ശരിക്കും പറഞ്ഞാൽ മാനസിക രോഗം, നമ്മൾ ശാരീരികമായ രോഗം ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഷുഗറോ പ്രഷറോ ഉണ്ടെങ്കിൽ നമ്മളത് കുറച്ചധിക കാലം മരുന്ന് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ പെട്ടെന്ന് മാറുന്ന അസുഖങ്ങളുണ്ട്. ഇപ്പോൾ പനിയും തലവേദന വേണമെങ്കിൽ കുറച്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് നമുക്ക് നിർത്താം. അതുപോലെ തന്നെയാണ് മാനസിക രോഗത്തിൻ്റെ മരുന്നുകളും. ചില അസുഖങ്ങൾക്ക് കുറച്ചധിക കാലം കഴിക്കേണ്ടി വരും, ചിലത് കുറച്ച് കാലം കഴിച്ചാൽ മതി എന്നുള്ളതാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 50 വർഷത്തിൽ സൈക്യാട്രി മെഡിക്കേഷനിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്, ഡെവലപ്മെൻറ്റ്സ് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മരുന്നുകൾ ഈ അവർക്ക് പിന്നെ കൂടുതൽ അമിതമായി ഉറക്കം ഉണ്ടാക്കുന്നതോ അങ്ങനെയുള്ള രീതിയിലുള്ള തടി കൂട്ടുന്ന മരുന്നുകൾ അല്ലാത്തതും ഉള്ളതും അല്ലാത്തതും ഉണ്ട്. ഓക്കെ, ഇതിൽ മിക്കവാറും മരുന്നുകൾ ഇങ്ങനെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഇതിപ്പം ഈ സൈഡ് എഫക്റ്റ് എല്ലാവർക്കും വലിയൊരു പേടിയുമാണ്. സൈഡ് എഫക്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ മരുന്നിനും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കഴിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ മുകളിലൊന്നും നമുക്ക് അത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്നാണ്. പിന്നെ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ എല്ലാ പേഷ്യൻസിനും മെഡിക്കേഷൻ പോകുന്ന പേഷ്യൻറ്റിന് ഒരു 3 to 6 months ഇൻ്റർവെല്ലുണ്ട്. ആ ടൈം പീരീഡ് നമ്മൾ ബ്ലഡ് ടെസ്റ്റും
ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. വി മേക്ക് ഷുവർ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഏത് സ്റ്റേജിലാണ് ഒരു IP ഒരു ഇൻപേഷ്യൻ്റ് അഡ്മിഷനിലേക്കൊക്കെ വരുന്നത്? ഒരു IP എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ഒരു വ്യക്തിക്ക് അയാൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ സമൂഹത്തിനോ അപകടകരമാകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് നമുക്കിവരെ അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരും. ഇപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു ഇൻപേഷ്യൻസ് അഡ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്യാട്രി സെപ്പറേറ്റ്ലി ഒരു വിങ് ഉണ്ട്, മൈൻഡ് എന്ന് പറഞ്ഞിട്ട്, മൗലാന ഇനീഷ്യേറ്റീവ് ഫോർ ന്യൂ ഡയറക്ഷൻ. ഒരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഓരോ പേഷ്യൻസിന് അവരുടേതായിട്ടുള്ള സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ടീമുണ്ട്, അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രി സോഷ്യൽ വർക്കേഴ്സ്, നഴ്സിംഗ് ടീം. ഇവരൊക്കെ വെൽ ട്രെയിൻഡാണ് ഇപ്പം ഇങ്ങനൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവർ മാനേജ് ചെയ്യാൻ. അവസാനമായിട്ട് ഞാൻ ചോദിക്കാൻ വിചാരിക്കുന്നത്, വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ഈ വർഷം ഒരു തീം വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ദുരന്ത സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ അടിയന്തരമായ സാഹചര്യങ്ങളിലൊക്കെ പെടുന്ന മനുഷ്യർക്ക് മാനസികമായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കുക, അവർ സേവനം നൽകുക എന്നാണ് ആ തീം. അത് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുക? ബേസിക്കലി നമ്മൾ സൊസൈറ്റിയിൽ ഒരു ടീം ഫോം ചെയ്യണം. ഓക്കെ, ഇൻ കേസ് ഇങ്ങനെ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ അവർ പോയിട്ട് ആ ടീമിൽ ഒരു സൈക്യാട്രിസ്റ്റും അതുപോലെ സൈക്യാട്രി വർക്കേഴ്സ് ഉള്ള ഒരു ടീം സെറ്റ് ചെയ്യണം. ഇങ്ങനെ ജനറലി ഇത് ചെയ്യുന്നത് അതാത് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അതാത് കൺട്രിയിലെ ഗവൺമെൻറ്റ്സാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുക്കുക. അപ്പോൾ അവരൊരു ഓൾറെഡി ഇങ്ങനെ ഒരു ടീം സെറ്റ് ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഫ്ലഡ് ഒക്കെ ഉണ്ടായ സമയത്ത് ഇപ്പം ജില്ല ആസ്ഥാനമായിട്ടുള്ള DMOൻ്റെ അണ്ടറിൽ ഒരു ടീം ഉണ്ടാവും. ഇവർ ആ ഏരിയയ്ക്ക് വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട കെയർ കൊടുക്കുകയാണ് ചെയ്യാറ് സാധാരണ. ഒരു ഡിസാസ്റ്റർക്ക് വന്നു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ബി ഇൻ എ ഷോക്ക്, കാരണം അവർക്കെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവരെ സങ്കടങ്ങൾ നമ്മൾ കേൾക്കുക എന്ന് മാത്രം ചെയ്താൽ മതി. പിന്നീട് ഓരോ സ്റ്റേജിനനുസരിച്ച് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അതായത് സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ സേവനങ്ങൾ അവർക്ക് എത്തുകയെന്ന് ഉറപ്പ് വരുത്തുക. എനിവേ താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവരെ നമ്മൾ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ നമ്മൾ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളുണ്ട്. നല്ല ഉറക്കം, നല്ല ഭക്ഷണം, വ്യായാമം, ഇതെല്ലാം മാനസികമായ ഒരു ആരോഗ്യത്തിന് കൂടി സഹായിക്കും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.